Hello. Secreto വിളിച്ചില്ല. ഹായ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഹായ്. ഹലോ. തുടങ്ങട്ടെ.
ഇന്നത്തെ അമൂൽ കേരളം കുക്കിംഗ് ഇതിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ദിര മേഘനാഥൻ ഫ്രം കൊച്ചി. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പനീർ വെച്ചിട്ടുള്ള ഒരു വിഭവം, പിന്നെ അവലും പനീർ സ്റ്റഫ്ഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പനീർ പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പനീർ പൊള്ളിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിഷൊക്കെ പൊള്ളിക്കുന്ന പോലെ അതിൻ്റെ ഒരു വേർഷനാണത്. പക്ഷെ നമ്മൾ കോക്കനട്ട് മിൽക്ക് ഉപയോഗിക്കുന്നില്ല, മിൽക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. അമൂലിൻ്റെ ക്രീമി പനീറാണിത്. അമൂൽ പനീർ ഫുൾ ക്രീമിൻ്റെ. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഓനിയൻ, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ബേസിക് മസാലാസ്. അത്രയാണ് ആവശ്യമുള്ളത്. പിന്നെ നമ്മുടെ ആ പൊള്ളിച്ചതിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കാനായിട്ട് കേരള സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കറിവേപ്പില, പിന്നെ എല്ലാ മസാലകളും, പിന്നെ എല്ലാ മസാലകളും ബേസിക് മസാലാസ്. ഇത്രയാണ് ഇതിനാവശ്യം. അപ്പം നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഇത് ബേസ് തുടങ്ങാം. പനീർ എങ്ങനെയാണ് പൊള്ളിക്കുന്നത് എന്ന് നോക്കാം. അത് ഞാൻ ഒരു പാൻ കത്തിച്ച് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ. അധികം എണ്ണ ആവശ്യമില്ല. എണ്ണ ഒന്ന് നമുക്ക് ചൂടാവട്ടെ. അപ്പം ഇൻഗ്രീഡിയൻസ് ഞാനൊന്നും കൂടി പറയാം. ആവശ്യമുള്ളത് സവാള നീളത്തിൽ അരിഞ്ഞത്, തക്കാളി. ഈ ഒരു സ്ലാബ് പനീറിന് ഞാൻ 2 സവാള എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി 1 ടീസ്പൂൺ, പിന്നെ വെളുത്തുള്ളി 1 ടീസ്പൂൺ. ചോപ്പ് ചെയ്തതാണ്, പേസ്റ്റ് അല്ല. പിന്നെ പനീർ. ഈ പനീറിനെ തന്നെ എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഈ പനീറിനെ ഇങ്ങനെ നമ്മൾ വരയുക. ഉള്ളിലേക്ക് മസാല പോകാൻ വേണ്ടിയിട്ടാണിത്. നമ്മൾ അതിൻ്റെ മസാലയിൽ എല്ലാം ഇടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് മസാല പോകണം. ഇതിലേക്ക് നമുക്ക് ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി എല്ലാം 1 ടീസ്പൂണാണ്. മഞ്ഞൾപ്പൊടി കുറച്ച്, കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കുക. ഇതിൻ്റെ ഇടയിലൊക്കെ നല്ലപോലെ പുരട്ടി വയ്ക്കുക. ഇതൊരു ഫുൾ മീലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഫുൾ ഓഫ് പ്രോട്ടീനാണ് പനീർ എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ കൂടെ സോട്ടേഡ് വെജിറ്റബിൾസോ എന്തെങ്കിലും സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫുൾ മീലായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. 200 grams പനീർ ഉണ്ടല്ലോ, ഇറ്റ്സ് എ ഫില്ലിംഗ് ഡിഷ്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായിലേക്ക് നമുക്ക് കുറച്ച് സവാള, 2 സവാള, ഇതിനെ ഒന്ന് നമുക്ക് ബ്രൗണൊന്നും ആക്കണ്ട, ഒരു ട്രാൻസ്ലൂസിഡ് ആക്കിയാൽ മതി. എന്നുവെച്ചാൽ നമ്മൾ പൊള്ളിക്കാൻ പോകുന്നുണ്ട്. ആ പൊള്ളിക്കലിൻ്റെ അതിൽ ബാക്കി കുക്ക് ചെയ്യാൻ അതും കൂടി ആവും ഇതിനകത്ത്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്.
ഒന്നുകൂടി ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. അതായത് നമ്മുടെ ഈ പച്ച കളർ ഒന്ന് മാറി ഒരു കണ്ണാടിയുടെ രൂപത്തിൽ വരുന്നൊക്കെ പറയില്ലേ, അതുപോലെ പെട്ടെന്ന് തന്നെയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഞാനിപ്പോൾ പനീർ വെച്ച് ചെയ്യണു. നമുക്ക് വലിയ ബ്രിഞ്ചോൾ കിട്ടുമല്ലേ, വലിയതായിട്ടുള്ളത്, ആ ബ്രിഞ്ചോളിനെ സ്ലൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കാം. ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്, ട്രാൻസ്ലൂസൻ്റായി. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്, ഫൈനായിട്ട് ചോപ്പ് ചെയ്ത്. 1 ടീസ്പൂൺ ഇഞ്ചി, അതിൻ്റെ പച്ചമണം മാറുന്നവരേക്കും അതിനെ ഒന്ന് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ വാസന വരുന്നുണ്ട് നല്ലോണം. ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് പിളർന്ന് വെച്ചത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തത്, നീളത്തിൽ ചെറുതായി സ്ലൈസ് ചെയ്ത് തക്കാളി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പനീരിലിട്ടിട്ടുണ്ട്, ഈ മസാലയ്ക്ക് വേണ്ടി മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ. അതിങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ തക്കാളിയുടെ നല്ല വെള്ളം ഇറങ്ങിയിട്ട് ഈ മസാലയൊക്കെ വേഗം ശരിയാവും. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ഇട്ടെന്ന് ഞാൻ ഒന്നുകൂടി പറയാം. 1 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ റിഫൈൻഡ് ഓയിലാണ് പനീറിനൊന്നും കൂടി ടേസ്റ്റ്. പിന്നെ 2 ചെറിയ സവാള നീളത്തിലരിഞ്ഞത്. പിന്നെ വേണ്ടത് 1 തക്കാളി നീളത്തിലരിഞ്ഞത്. വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ 2 എടുക്കാം. 2 പച്ചമുളക്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി പൊടിയായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായി അരിഞ്ഞത്. അപ്പോൾ മസാലയൊക്കെ ഒന്നിച്ച് ഇത് വന്നു തുടങ്ങി. ഉള്ളി വെളുത്തൊക്കെ ഗ്യാസ് സ്ലോ ചെയ്തിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾക്ക് ഇടാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി. പനീറിൽ മുളക് പൊടി ഉണ്ട്, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് കാശ്മീരി മുളക് കളറിന് വേണ്ടിയിട്ട്. കുറച്ച് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ആവശ്യമുള്ളൂ. നമ്മൾ പൊള്ളിക്കുമ്പോൾ ഇതൊന്നും കൂടി കുക്കാവും, അതുകൊണ്ടാണ് നമ്മൾ അധികം കുക്ക് ചെയ്യാത്തത്.
ഇപ്പോൾ പ്രോട്ടീൻ മാത്രം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ ഇത് വലിയ നല്ല ഡിഷാണ്. അതുമല്ല ഒരു ഫാമിലിക്ക് ഇതാണെങ്കിൽ നമ്മൾ ഇത് ഇലയിലാണ് പൊള്ളിക്കുന്നത്. ആ ഇല തുറന്ന് വെച്ച് ഇത് 3-4 പീസായിട്ട് കട്ട് ചെയ്തൊക്കെ വെക്കുമ്പോഴേക്കും ലഞ്ചിനോ ഒരു സൈഡ് ഡിഷൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇത് ഓൾമോസ്റ്റ് ഡണ്ണാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 2 തണ്ട്, ബാക്കി നമുക്ക് പൊടിക്കുമ്പോൾ ഇടാം. ഇതായി. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇല വേണം. ഇലയെ നമുക്ക് വാട്ടിയെടുക്കാം. ഒരു ഇല, ചെറിയൊരു ഇല എടുത്തിരിക്കണേ. ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കാം. ഇല വാട്ടിയെടുത്തു. ഞാനിത് പ്രോസസ് ചെയ്യാം. നമുക്ക് ഈ മസാല എടുത്തിട്ട് ഇവിടെ ചെയ്യാൻ, പാക്ക് ചെയ്യാൻ. ഇതാ ഈ ഇല ഞാനിവിടെ വെച്ചു. അതിലേക്ക് ഇതിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പനീറിൻ്റെ ഈ മാരിനേറ്റ് ചെയ്ത പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മസാല. ഇത് പൊതിയുന്നതിന് മുമ്പ് ഇത് പൊള്ളിക്കാനുള്ള തവ നമുക്ക് ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. തവ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി പൊതിയാം. ഇല കീറില്ല, എന്നുവെച്ചാൽ നമ്മൾ വാട്ടിയെടുത്തതാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് പാർസൽ, പൊള്ളിക്കാനുള്ള പാർസൽ. തവ ചൂടാവണം. ഒരു 2 മിനിറ്റും കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വെക്കാം. അതിന് മുമ്പ് ഇത് കുറച്ച് ഒരു ശകലം എണ്ണ ഒഴിക്കണം. നാല് വശം ഒന്ന് പരത്തി കൊടുക്കാം. ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പാർട്ട് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത് പൊള്ളാനായിട്ട് ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് 2 സൈഡും മാറി മാറി വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 10 മിനിറ്റ് ആ സൈഡ് ഹൈ ഫ്ലെയിമിൽ, 5 മിനിറ്റ് ചെയ്തിട്ട് സിമ്മിൽ വെച്ചിട്ടതിന് ശേഷം മറ്റേ സൈഡിലേക്ക് തിരിച്ചിടും. അതാവുമ്പോഴേക്കും നമുക്ക് രണ്ടാമത്തെ ഡിഷിൻ്റെ തയ്യാറെടുപ്പിലേക്ക് പോവാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: അത് ചൂടാവുന്ന ഒച്ച കേൾക്കാം നമുക്ക്. നെക്സ്റ്റ് എൻ്റെ ഡിഷ് വന്നിട്ട് അവൽ ബോൾസ് ആണ്. അതിന് വേണ്ടിയിട്ട് അവല്, കട്ടിയുള്ള അവലാണ്. 2-3 പ്രാവശ്യം കഴുകിയിട്ട് നല്ലപോലെ
വെള്ളം പോകാനായിട്ട് വെച്ചിരിക്കണം. അല്ല, നല്ല കുതിർന്ന അവിലാണ്. അതിൻ്റെ കൂടെ 2 ചെറിയ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്. അത്രേ ആവശ്യമുള്ളൂ. ഫില്ലിങ് ഞാൻ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ പനീറിൻ്റെ ഒരു ചെറിയ ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്രംബിൾ ചെയ്ത പനീർ, അതിൻ്റെ കൂടെ കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ട് അതും ചെയ്യുന്നുണ്ട്, ഫില്ല് ചെയ്തിട്ടാണ്. പിന്നെ ഇതിനാവശ്യമുള്ളത് ചാറ്റ് മസാലയും ഡ്രൈ മാംഗോ പൗഡറും. ഇത്രയാണ് അവൽ ബോൾസിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ബോളിലേക്ക് 2 ചെറിയ പൊട്ടറ്റോ സ്മാഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് അവിലെടുത്ത് കുതിർത്തതാണ്. ഒരു 1/2 ടീസ്പൂണോളം വെളുത്തുള്ളി, 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു 2 പച്ചമുളക്. ഇത് 1 ടീസ്പൂൺ അംചൂർ പൗഡറും 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും. പിന്നെ വന്നിട്ട് മുളക് പൊടി കുറച്ച്, ഒരു 1/2 ടീസ്പൂൺ. പിന്നെ വന്നിട്ട് മല്ലിപ്പൊടി കുറച്ച്, അതും 1 ടീസ്പൂൺ. ഇത്ര ആവശ്യമുള്ളൂ. ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ നല്ലപോലെ കുഴച്ച് വയ്ക്കാം. അവില് തന്നെ ഒരു ബൈൻഡിങ് ഇതാണ്. നമുക്ക് എന്നാലും കുറച്ച് ബ്രെഡ് ക്രംസ് ഇടേണ്ടി വരും. ഇതിൻ്റെ ഗ്യാസ് ഞാൻ സിം ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. നല്ലപോലെ കുഴച്ചു. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ്, നമ്മൾ കോട്ടും ചെയ്യുന്നുണ്ട് ബ്രെഡ് ക്രംസ്. ഒരു പുറത്ത് ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും, പുറത്ത് നല്ല ക്രിസ്പിയും ആയിരിക്കും. ഇത് നമ്മുടെ റെഡിയായി. ഇതിനെ നമുക്ക് ബോൾസ് ആയിട്ട് ഉരുട്ടി വയ്ക്കാം. ഈക്വൽ ബോൾസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഞാനിങ്ങനെ ചെയ്യുക സാധാരണ. ഒരു സ്പൂൺ എടുത്തിട്ട് നട്ടുമ്പോൾ നമുക്ക് സൈസ് എല്ലാം ഒരുപോലെ വരും. ഉണ്ടോ? ഇനി ബോൾ സൈസ് എടുത്തിട്ട് പിന്നെ ഉരുട്ടാം. ഇപ്പം കാണാനും നല്ല ഭംഗിയുണ്ടാവും. നമുക്കൊരു 6 എണ്ണം ചെയ്യാം. കയ്യിൽ വെച്ചിട്ട് ഒട്ടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് എണ്ണ കയ്യിൽ തടവാം. പക്ഷെ ഒട്ടില്ല സാധാരണ. അത്ര സ്മൂത്താണിത്.
ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേൺ ചെയ്തിടാം. ഇതൊന്ന് ഹൈ ആക്കി കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൊത്തമല്ലിയൊക്കെ അരിഞ്ഞിടാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇത് 6 ബോൾസ് ഉണ്ടാക്കി. നമുക്ക് മാറ്റി വെച്ചിട്ട് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം. ഫില്ലിംഗ് വെക്കാൻ മറന്നു, അതൊക്കെ റെഡി ആയിട്ടില്ല. ഞാൻ പിന്നെ ബോൾസ് ഇട്ടിട്ട് ചെയ്യാം. കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് ജിഞ്ചർ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മല്ലിയെല്ലാം ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടിടാം. കുറച്ച് മല്ലിയിടാം, മിക്സ് ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ ഗ്രീൻ പീസോ സ്വീറ്റ് കോണോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇത് ഫില്ലിങ് നമുക്ക് ചെയ്യുമ്പോഴേക്കും ഞാൻ ഓയിൽ ചൂടാക്കാൻ വെക്കാം. ഡീപ് ഫ്രൈ ആണ്. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റി വയ്ക്കാം. ബോൾസ് എടുത്തു, ഒന്ന് പ്രസ് ചെയ്തിട്ട് പനീർ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്യാം. ഈ പൊഹ പൊട്ടാറ്റോ മിക്സിൻ്റെ കൂടെ സവാള പൊടിയായിട്ട് അരിഞ്ഞിടാം. ഞാൻ ഇടുന്നില്ല, ബിക്കോസ് ഉള്ളി കഴിക്കുന്നത് ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഉള്ളി ഇട്ടാലും നല്ല ഉള്ളി ഇടുകയാണെങ്കിൽ തന്നെ നല്ല പൊടിയായി അരിയണേ. ഫില്ല് ചെയ്ത ബോൾസ് ഒരു കട്ടോരി പോലെ ആക്കിയിട്ട് ഇത് കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എരിവും പനീറിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും പിന്നെ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യണേ.
അപ്പോൾ അതിൻ്റേതായ ഒരു പുളിയും മധുരം എല്ലാം കൂടി നല്ല ഒരു സ്നാക്കിൻ്റെ ഐറ്റമാണ്. ഈവൻ എ ഗുഡ് സ്റ്റാർട്ടർ. ഇപ്പോൾ പനീർ തന്നെ വേണമെന്നില്ല, ഗ്രീൻ പീസ് ക്രഷ് ചെയ്തിട്ട് അതിൽ കുറച്ച് കോക്കനട്ട്, സോൾട്ട് ആൻഡ് പെപ്പർ, കുറച്ച് കസൂരി മെത്തി, അങ്ങനത്തെ ഫില്ലിങ്ങും കൊടുക്കാം. എനിക്ക് പനീറാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പനീർ ചെയ്തു. ഫുൾ ഓഫ് പ്രോട്ടീൻ അല്ലേ. ഇതിനെ പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം. പൊക്കി ഇല്ല, കുറച്ചും കൂടി ആവാനുണ്ട്. ഇല അങ്ങോട്ട് കരിഞ്ഞ് നല്ല പോലെ വരും. നമ്മളെ ബോൾസൊക്കെ റെഡിയായി വരുന്നു. ആറ് ബോൾസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു മിക്സ് സ്ലറി ശരിയാക്കണം. അപ്പോൾ ഞാനതിന് കുറച്ച് കോൺഫ്ലവർ, നമുക്കധികം ഇല്ലല്ലോ, കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, കുറച്ച് വെള്ളം, തിന്നായിട്ട് മതി, അധികം തിക്ക് വേണ്ട. പിന്നെ വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ്. ഇതിന് മുക്കുക. വേണമെങ്കിൽ ഒന്നും കൂടി കോട്ട് ചെയ്യാം, ഒന്നും കൂടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ. ആദ്യത്തെ കോട്ടിങ് കഴിഞ്ഞ് അതിൽ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടി മുക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി കോട്ട് ചെയ്യാം.
ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ബ്രെഡ് ക്രംസിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, സോൾട്ട് ആൻഡ് പെപ്പർ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് സെർവിങ്ങിൽ ഉപ്പിടാത്തത്. നമ്മുടെ എണ്ണയും ചൂടാക്കി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇതിനെ വറുത്തെടുക്കാം. അപ്പോഴേക്കും പനീറും റെഡിയാകും. പനീറിനെ ഒന്ന് തിരിച്ചിടാം ഒന്നും കൂടെ. ആ സൈഡ് നല്ലപോലെ ആയിട്ടുണ്ട്. ഉണ്ടോ? ബോൾസ് റെഡി ചെയ്യണം. നമുക്ക് ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത് നോക്കാം. ഓയിൽ ചൂടാണോ ഇല്ലയെന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം. യെസ്, ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യണം. ഇതിലെല്ലാ ക്വാണ്ടിറ്റികളും ഈക്വലാണ്. അതുകൊണ്ടാണ് നമുക്ക് ക്രാക്ക് ആവുന്നുള്ള പ്രശ്നമേ ഇല്ല. ബിക്കോസ് നമ്മൾ കുറച്ച് 2 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് അതിലിട്ടിട്ടുണ്ട് മിക്സറിൽ. പിന്നെ അതിലെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ബൈൻഡിങ് ആണത്, സ്റ്റാർച്ച് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പൊട്ടറ്റോവിനെയും ബാക്കി മസാലകളെല്ലാം അത് ബൈൻഡ് ചെയ്തിങ്ങനെ വെച്ച് കൊടുക്കും. പൊട്ടുന്നുള്ള ഓയിൽ എന്തായാലും നല്ല ചൂടാണോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കുക. കുറച്ച് ചൂടായി കഴിഞ്ഞ് ഇത് കഴിഞ്ഞാൽ അപ്പം നമുക്ക് പുറത്ത് നല്ല ക്രിസ്പൻ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് കിട്ടും. നമ്മുടെ ഇതും റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ? നല്ല ഇതായിട്ടുണ്ട്, നല്ല സ്മോക്കി ടേസ്റ്റ് വന്നിട്ടുണ്ടാവും.
പനീർ ഓൾമോസ്റ്റ് എല്ലാം ആയി കഴിഞ്ഞു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇതിന് ഞാൻ സിമ്മിൽ വെച്ചിരിക്കുകയാണ്. ഒന്നും കൂടെ ഗോൾഡൻ ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ എടുക്കാം. അപ്പോൾ നമുക്ക് ഈ പനീർ ഒന്ന് ചൂടാവാനായിട്ട് എടുത്ത് വയ്ക്കാം. ഞാൻ ഹൈയിൽ വെച്ചാൽ ഇത് വേഗം ആവും. പക്ഷെ നമുക്ക് ആ ക്രിസ്പിനെസ്സും ഉള്ളിലുള്ളതിൻ്റെ ഉള്ള ചൂടും വന്ന് കയറില്ല. അതുകൊണ്ടാണ് ഞാൻ സിമ്മിൽ ചെയ്യണേ. എപ്പോഴും ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം സിമ്മിൽ തന്നെ ചെയ്യണതാണ് നല്ലത്. ഇത് നമുക്ക് പതുക്കെ അഴിക്കാം. ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോൾ എടുത്ത് കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഉണ്ടോ. പനീർ പൊള്ളിച്ചത്. ഞാൻ അതിൻ്റെ കൂടെ ഒരു ചെറിയ സാലഡ്, ഓണിയൻ ആൻഡ് ടൊമാറ്റോൻ്റെ സാലഡ് ശരി. ഇതാണ് പനീർ പൊള്ളിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതേപോലെ തന്നെ
വലിയ ബ്രിഞ്ചോളും വെജിറ്റേറിയൻസിന് വേണ്ടി ചെയ്യാവുന്നതാണ്. ഇനി ഒന്ന് കുറച്ച് ഹൈയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അവൽ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ 2 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്, 1/2 കപ്പ് അവിൽ കഴുകി കുതിർത്ത് വെച്ചത്, ഒരു 1/2 ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും, പച്ചമുളക് ഒരു 2 എണ്ണം, എരിവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ എല്ലാ മസാലകളും മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചാറ്റ് മസാല, കുറച്ച് അംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡർ എല്ലാം കൂടി കുഴച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ഇട്ടിട്ട്, ഞാൻ പച്ച ബ്രെഡ് ക്രംസാണ് പൊടിച്ചിട്ടിരിക്കുന്നത്, അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ കുഴച്ച് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് പനീർ, പച്ചമുളക്, അംചൂർ പൗഡർ, മല്ലിയില അല്ലെങ്കിൽ കസൂരി മെത്തിയും ഇടാം. അത് ഇട്ടിട്ട് കുഴച്ചിട്ട് ഇത് ബോളാക്കിയിട്ട് പരത്തിയിട്ട് അതിനുള്ളിൽ വെച്ച് റോൾ ചെയ്യുക. റോള് ചെയ്ത് കോൺഫ്ലവറിൻ്റെ സ്ലറിയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് ഇത്. ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് ചൂടാറാൻ വയ്ക്കാം. ഇനി അത് ഇരുന്നൊന്നും കൂടി ബ്രൗൺ നല്ല കളർ വരും. പുറത്ത് ചെയ്തിരിക്കുന്ന ബ്രെഡ് ക്രംസ് പ്രാങ്കോ ബ്രെഡ് ക്രംസ് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അതിന് ഞാൻ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുക. എന്താണെന്ന് വെച്ചാൽ ഒരു സ്മൂത്ത് ഫിനിഷിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ സെർവ് ചെയ്യാം. ഞാനിങ്ങനെ ഷോർട്ട് ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യുന്നത്. ഓരോ ഓണിയൻ റിങ്സ് അതിൻ്റെ മുകളിൽ വെച്ച് മല്ലിയിടാം. വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് സോസും ഇടാം. ഇതിൻ്റെ കൂടെ ഒരു സാലഡൊക്കെ വേണം, വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷെ ഇടുന്നില്ല. പ്ലേറ്റ് ഇങ്ങനെ കാലിയായിട്ടിരിക്കണം. ഓക്കെ, ഇതായിരുന്നു 2 ഡിഷ്.
അവൽ ബോൾസ് വിത്ത് ടൊമാറ്റോ സോസ്. ഇതിൻ്റെ കൂടെ കൊറിയൻഡർ ചട്നിയും നല്ല കോമ്പിനേഷനാണ്. ഞാൻ ഇന്ന് സോസിൻ്റെ കൂടെ സെർവ് ചെയ്തു. നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും ഫ്രൈഡേ കൊറിയൻഡർ ചട്നിയുടെ റെസിപ്പിയും കൂടെ നല്ലപോലെ പറഞ്ഞുതരാം. നല്ലൊരു ക്രീമി ഗ്രീനിഷ് കൊറിയൻഡർ ചട്നി. എന്നാൽ അവൽ ബോൾസ് ഇത് വന്നിട്ട് പനീർ പൊള്ളിച്ചത്. With this, both the photos you can show. അപ്പോൾ ഇന്നത്തെ എൻ്റെ 2 ഡിഷും റെഡിയായി. പനീർ പൊള്ളിച്ചത്, അവൽ ബോൾസ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമൻസിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഷോ കഴിഞ്ഞിട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു അമോൾ, എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന്. വീണ്ടും എന്തെങ്കിലും നല്ല ഡിഷ് കാണിക്കാനുള്ള അവസരം കൂടി കിട്ടിയാൽ ഞാൻ പിന്നെയും ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.